എല്ലാം എന്റെ തെറ്റാണ്. നിന്നോട് ഞാനെല്ലാം തുറന്നു പറയണമായിരുന്നു. പക്ഷെ അച്ചു, നിന്റെ ഇഷ്ടം അത് മറ്റൊന്നാണെന്ന് അറിഞ്ഞപ്പോ ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മോളെ നന്ദ, ഈ അച്ഛന്റെ ഭാഗത്തുനിന്നും അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയും എന്നോട് പൊറുക്കണം. അച്ചു, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. എന്നേക്കാൾ മുമ്പേ അച്ചുവിനെ സ്വപ്നം കണ്ടു തുടങ്ങിയതാ ലക്ഷ്മി. അങ്ങനെയുള്ള അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ആ ദാസനെ ഇളക്കി പറഞ്ഞു വിട്ടത് അവന്മാരാ, ആ അന്നപൂർണ ഗ്രൂപ്പ്. ഇപ്പോഴും അവൻ അവരുടെ കൂടെ ഉണ്ട്. അവനെ കൊണ്ട് അവരെന്തെങ്കിലും സാഹസം ചെയ്യിക്കുന്നതിന് പൊക്കട്ടെ. വേണ്ട, അതല്ല അതിന്റെ വഴി. കണ്ണൂരിൽ ഇറക്കുമതി ചെയ്തതാ. മാധവന്റെ അടിയന്തരം കഴിഞ്ഞിട്ടേ ഇനി ഇവര് തിരിച്ചു പോവുള്ളൂ. ഒറ്റയ്ക്കാണല്ലോ വരവ്. എന്താടാ മക്കളെ, മുഖത്തൊരു പരിഭ്രമം? പേടിച്ചു പോയോ? ചങ്കുറപ്പുള്ളവന് ഇതൊരെണ്ണം തന്നെ ധാരാളം. പക്ഷെ അതിനല്ല ഞാൻ വന്നത്. എന്നോടും എന്റെ കുടുംബത്തോടും ഇതുവരെ ചെയ്തത് മുഴുവൻ ദാ ഇവനെ ഇറക്കി ഇപ്പൊ നിങ്ങൾ കാണിച്ച നെറുകേടുകൾ അടക്കം സകലതും മറന്നു പൊറുത്തു എന്ന് പറഞ്ഞറിയിക്കാൻ. ആ ഭാർഗവ, മാടമ്പിത്തരത്തിന്റെയോ തൻപ്രമാണിത്വത്തിന്റെയോ പേരിലല്ല നിങ്ങളുടെ അച്ഛനെ ഞാൻ ശിക്ഷിച്ചത്. രാമദത്തൻ ഉണ്ണിയെ ഞാനല്ല, അയാൾ എന്നെയാണ് ശത്രുവായി കണ്ടതും നിഗ്രഹിക്കാൻ ഒരുങ്ങിയതും. മംഗലാപുരത്തുകാരൻ വാടക കൊലയാളിയെ മുൻനിർത്തി നിലമ്പൂർ വെച്ച് നടത്തിയ ശ്രമം, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആ ചതി അന്നു മാത്രമല്ല പിന്നെ ആവർത്തിച്ചു പല തവണ. ഒടുക്കം ചന്ദ്രഗിരിയിലെ ഗ്രാമവാസികൾ രാമദത്തൻ ഉണ്ണിയെ കുടുംബമടക്കം ചുട്ടു ചാമ്പലാക്കും എന്ന സ്ഥിതി വന്നപ്പോഴാ ശിക്ഷിക്കുകയല്ല, ഇളം പ്രായക്കാരായ നിങ്ങളടക്കം രക്ഷിക്കുകയാണ് അന്ന് ആ നാടുകടത്തിലൂടെ ഞാൻ ചെയ്തത്. ഇപ്പോ എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. രാമദത്തൻ ഉണ്ണിയിൽ നിന്ന് നിങ്ങളിലേക്ക്, എന്നിൽ നിന്ന് എന്റെ മകനിലേക്ക്. വെറുപ്പിന്റെ ചോരയോട്ടം വരും തലമുറകളിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഇവിടെ വെച്ച് ഇപ്പോ ഈ നിമിഷം തീരണം. അതിനാ ഞാൻ വന്നത്. നേരിട്ടെതിർത്താൽ തോൽക്കുമെന്നായപ്പോ അപേക്ഷയുടെ പുതിയ ഭാഷ. മാധവ, പഞ്ചതന്ത്ര പാഠങ്ങൾ ഞങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരുപാട്. ഉണ്ണി, പക കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, നഷ്ടങ്ങളല്ലാതെ. എന്റെ വഴികളിൽ ഇനി രക്തം കലരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സന്ധി ചെയ്യാം. വ്യവസ്ഥകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ അനുസരിക്കും. കൊള്ളാം. മകനെ രക്ഷിക്കാൻ സ്നേഹനിധിയായ അച്ഛൻ കണ്ടുപിടിച്ച സൂത്രം കൊള്ളാം. സന്ധി. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ആ വഴിയിലൂടെ നിന്റെ കൈപിടിച്ച് നടക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, തയ്യാറല്ല. നീ പറയുന്ന ഒരു യോജിപ്പിനും. ഞങ്ങളുടെ അച്ഛനെ നാട് കടത്തി ഒറ്റയ്ക്ക് നീ നേടിയ സകലതും തിരിച്ചു പിടിക്കാനാ മാധവ ഞങ്ങൾ വന്നത്. ഇത്രയും കാലം നഷ്ടപ്പെട്ടതിനും അനുഭവിച്ചതിനും പകരം നീ ഏറ്റുവാങ്ങിയേ പറ്റൂ. ശിക്ഷിച്ചിരിക്കും നിന്നെയും നിന്റെ മകനെയും ഞങ്ങൾ. എന്നിട്ട് ചന്ദ്രഗിരി കോവിലകം ഇടിച്ച് നിരത്തും. ദൈവം കൈവിട്ടവരെ രക്ഷിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, തല്ലി തന്നെ തീർക്കാം. സമയവും സ്ഥലവും കുറിച്ച് ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി, മാധവൻ തയ്യാർ. പക്ഷെ അവസാന അംഗത്തിന് വരുമ്പോ ഓർമ്മയിൽ ഉണ്ടാവണം,
സർവനാശത്തിന്റെ കഥകൾ അവസാനിപ്പിക്കുമല്ല. മാധവ, നീയല്ല മരണത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വീഴുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. അതുകൊണ്ട് പേടിയില്ല. ചാവാനും കൊല്ലാനും. ആരൂഢം തടയപ്പെട്ടല്ലോ മാധവ. അറിയേണ്ട കാര്യം അറിയിച്ചു തരാൻ ഈശ്വരന്റെ കൂട്ടില്ല എന്ന് ചുരുക്കം. മോശം സമയത്താ അങ്ങനെയൊക്കെ സംഭവിക്കുക. ചന്ദ്രഗിരിയിലെ ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കഴിക്കുക, എന്നിട്ട് നോക്കാം. എനിക്കറിയേണ്ടത് എന്റെ ഭാവിയെക്കുറിച്ചല്ല, അവൻ എന്റെ അച്ചു. അവനെക്കുറിച്ച് ഓർത്താണ് എന്റെ വേവലാതി. ആ പേടി വേണ്ട. ചൊവ്വാദശയാണ് അയാൾക്കിപ്പോ. ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വയുടെ സ്ഥാനം ഉച്ചത്തിൽ. യുവരാജാവ്, ദേവസേനാപതി, സാക്ഷാൽ സുബ്രഹ്മണ്യൻ. അയാളെ തൊടാൻ പറ്റില്ല ആർക്കും. എന്നാ ആയിക്കോട്ടെ. മാധവേട്ടനോടുള്ള ആദരവ് സൂചകമായി കടകമ്പോളങ്ങൾ അടച്ചിട്ട് സ്വമേധയാ ചന്ദ്രഗിരി ഗ്രാമം ഹർത്താൽ ആചരിക്കുകയാണ്. ആനയുടെ കുത്തേറ്റ് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെടുക്കപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ടെങ്കിലും പോലീസ് മരണകാരണം സ്ഥിരീകരിച്ച മട്ടാണ്. ഒന്ന് വഴി കൊടുക്കൂ. ദുഃഖിക്കരുതെന്ന് പറയുന്നില്ല. മാധവേട്ടൻ വലിയൊരാളായിരുന്നു ഞങ്ങൾക്ക്. തീരാത്ത ഒരു നഷ്ടം. എന്നാലും എന്റെ ഗവൺമെന്റിനെ ദുഃഖം അറിയിക്കുകയാണ്. പിടിച്ചു നിൽക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. പിതാവിനെ കിടപ്പ് കാണാൻ വയ്യ, അതുകൊണ്ട് വരില്ലെന്ന് അറിയിക്കാൻ പറഞ്ഞു.